PMCയിൽ പൊളിറ്റിക്കൽ സസ്പെൻസ് തുടരുകയാണ്. PMCയിൽ കടുപ്പിക്കുകയാണ് CPI. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തുടരുന്നു. CP മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് നേതൃത്വം. ആശയപരമായും രാഷ്ട്രീയമായും ശരിയായ തീരുമാനമെടുക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നിലപാടുള്ള പാർട്ടിയാണ് CPI എന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും മന്ത്രി K രാജനും തുറന്നടിച്ചു. CPIയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു. ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. ചർച്ചയുടെ എല്ലാ വാതിലും LDF എപ്പോഴും ഉണ്ടാകും, തുറന്നു കിടക്കും. LDF ആണ്. ആശയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. ഞങ്ങളുടെ പാർട്ടിക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നിങ്ങളോട് പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പറയാതിരിക്കുന്നവരല്ല. നിങ്ങളോട് പറയേണ്ട കാര്യം കൃത്യമായ സമയത്ത് ഞങ്ങൾ പറയും. അതിന് ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായ നിലപാടുകളും കാര്യങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊന്നും ചർച്ച ചെയ്യാനുള്ള അവസരം പോലും ഇല്ലയെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതെന്തിനാ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്? നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പാർട്ടി എടുക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും കൃത്യമായി പറയേണ്ട സമയത്ത് പറയും. അതേസമയം മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചെന്ന വാർത്തകൾ ബിനോയ് വിശ്വം നിഷേധിക്കുകയാണ്. പക്ഷേ ചർച്ചകൾക്ക് വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറയുന്നു. നിർണായക യോഗങ്ങളാണ് LDFിൽ നടക്കുന്നത്. നിർണായക CPI എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലും CPM സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തും ചേരുകയാണ്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണോ CPI എന്നതാണ് ഇനി അറിയേണ്ടത്. TV പ്രസാദും റാഹി സുഷീദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, ആലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് ആരംഭിച്ചോ? ആ യോഗത്തിന് നേതാക്കൾ എത്തിത്തുടങ്ങി. ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള നേതാക്കളാണ് CPIയുടെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഓഫീസിലേക്ക് എത്തുന്നത്. 10 മണിക്കാണ് യോഗം നിശ്ചയിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ആലപ്പുഴ ജില്ലയിൽ തന്നെയുണ്ട്. 10 മണി കഴിയുന്നതോടുകൂടി എല്ലാവരും ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് CPIയുടെ തീരുമാനത്തിനായാണ്. CPI എക്സിക്യൂട്ടീവിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട 2 ഓപ്ഷനുകൾ, അതിലൊന്ന് ഏറെ പ്രാധാന്യമുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊന്നും ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നിലപാടുകൾ. ആ നിലപാടുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഏറ്റവും സൗകര്യപ്രദവും നടപ്പിലാക്കാൻ പറ്റുന്നതുമായ ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് എത്തുക എന്ന ധാരണയിലേക്കാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം എത്തുന്നത് എന്നുള്ളതാണ്. ഇതിനകം തന്നെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് വിട്ടിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വിവരം കിട്ടിയത്. പക്ഷേ ഇന്നത് പരസ്യമായി മന്ത്രി ബിനോയ് വിശ്വം തള്ളുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ CPIയുടെയും CPMൻ്റെയും ഇടയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഒഴിച്ചിട്ടത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയ അതേ ദിവസം തന്നെ ബിനോയ് വിശ്വത്തിന് നിലപാട് പ്രഖ്യാപിക്കാമായിരുന്നു. അന്ന് വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ PMCയുമായി ബന്ധപ്പെട്ട നടപടികൾ, ഒപ്പിടാനുള്ള നടപടികൾ പൂർണ്ണമായി തുടങ്ങിയത് ഒക്ടോബർ 16 എന്ന വിവരം വരുന്നത് ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് സ്ഥിതിഗതികൾ ഒന്നുകൂടി രൂക്ഷമായത്. അതിനുശേഷം CPI മന്ത്രിമാരോ അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയോ കാര്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് PMC പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ച് ഡോക്യുമെന്റ് ആയതിനു ശേഷം, ഒപ്പിട്ട് തുടങ്ങിയതിന് ശേഷം ഒരു മന്ത്രിസഭാ യോഗത്തിൽ പോലും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് മുന്നണി സംവിധാനത്തിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന തിരിച്ചറിവിലാണ് CPI നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമായി കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണത്തെ, വിദ്യാഭ്യാസ രംഗത്തിന്റെ കാവ്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൂട്ടിനിന്ന തീരുമാനത്തോട് ആ മന്ത്രിസഭാ യോഗത്തിൽ തുടരാൻ കഴിയില്ല. അത് ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങുന്നു എന്ന നിലപാടായിരിക്കുമോ? അതല്ല, ഇങ്ങനെ കേന്ദ്ര BJPയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന CPM സർക്കാരിൽ തുടരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്നതാണോ തീരുമാനം? അതല്ല മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികം വൈകാതെ ഇവിടെ യോഗം തുടങ്ങും. നേതാക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്.